ഇരിക്കുന്ന ടാബിളിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്താലോ. കാണുമ്പോൾ ജസ്റ്റ് ഭയങ്കരമായിട്ട് സിമ്പിളാണ്. ബട്ട് ഇതിൻ്റെ ബിഹൈൻഡ് 1-2 hours തന്നെ ഞാൻ ഇരുന്നിട്ടുണ്ട്. സോ നിങ്ങൾ അവിടെ റെയിൻ ഉണ്ടോ മഴ ഉണ്ടോ എല്ലാം കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്കിവിടെ നല്ല മഴയാണ്. എല്ലാവരും സേഫാണോ? പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക, റിവറിലൊന്നും പോകാണ്ടിരിക്കുക. പിന്നെ നല്ല മഴയാണ് ഗൈസ്. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് 3 days ലീവാണ് കളക്ടർ തന്നത്, കോഴിക്കോട് ജില്ലയായിട്ട് ഞാൻ. അപ്പോൾ അവിടെ 3 days കണ്ടിന്യൂസ്ലി ലീവാണ്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഡെസ്ക് മേക്ക് ഓവറാണ്. സോ ഫസ്റ്റ് ഞാൻ ഒരു ക്ലോക്ക് ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, ഹെയർ ഒന്ന് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനുള്ള മൂഡ് പോകും. പിന്നെ ഞാൻ ജോമെട്രി ബോക്സ് എടുത്തിട്ട് അതിലുള്ളതെല്ലാം എടുത്ത് വെക്കുകയാണ്. ഒരു സാധനം പോലും അതിൽ കറക്റ്റായിട്ടുണ്ടാകും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്ത് സംഭവം വാങ്ങിയാലും ഫസ്റ്റ് 2 days അത് മര്യാദയ്ക്ക് കൊണ്ടു വെക്കുള്ളൂ. പിന്നെ അത് ഇവിടെ നിന്ന് നമുക്ക് തപ്പിയാൽ കിട്ടില്ല. സോ അതിൻ്റെ സ്കെയിലെല്ലാം ഞാൻ വേറെ വേറെ സ്ഥലത്തു നിന്നാണ് എടുക്കുന്നത്. പിന്നെ ആ ജോമെട്രി ബോക്സിൽ ഒരു പെന്നും പെൻസിലൊക്കെ കിട്ടില്ലേ, അതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. കാരണം നിങ്ങൾക്കറിയാലോ, അത്രയും എൻ്റെ കൊണ്ടുവെക്കുന്നതിൻ്റെ പവർ സ്കിൽ അത്രയും ഹൈ ആയതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ ജോമെട്രി ബോക്സിൽ എല്ലാം വെച്ചിട്ട് അത് പൂട്ടി, വലിയ കാര്യത്തിൽ അത് പൂട്ടി സൈഡിലൊക്കെ വെച്ചു. പിന്നെയാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത് അത് മര്യാദയായിട്ട് അടഞ്ഞിട്ടില്ല. എനിക്കിപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല എങ്ങനെയാണ് ജോമെട്രി ബോക്സിൽ കോമ്പസ് പ്ലേസ് ചെയ്യാറ്. ഞാൻ പണ്ട് തൊട്ടേ തെറ്റിക്കുന്നൊരു സംഭവമാണത്. പിന്നെ നമ്മുടെ ടേബിൾ മേൽ ടിഷ്യൂസ് കുറേ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ തുക്കി ഞാൻ വേഗം ടിഷ്യൂ എടുത്തങ്ങ് വെക്കും. എന്നാൽ പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ, വേഗം കഴിയുമല്ലോ. പിന്നെ സ്റ്റിക്കി നോട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഡയറി ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതിൽ ഒട്ടിക്കാൻ വേണ്ടി സ്റ്റിക്കി നോട്ടെല്ലാം കട്ട് ചെയ്തേനും അതിൻ്റെ ബാക്കി എക്സസൈസിലെ പീസസൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഇതാണ് ഗൈസ് എൻ്റെ ഫസ്റ്റ് ജേണൽ ഡയറി. ഫസ്റ്റ് ജേണൽ സ്മോൾ ഡയറി എന്ന് പറയാം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ജേണൽ ഡയറി ത്രൂ ഔട്ടൊന്നും അല്ല, ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ പാറ്റേൺ പേപ്പറിൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി തന്നതാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് സ്റ്റിക്കി നോട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ച് പുതിയ ഡയറിന്. അപ്പോൾ ഫ്രണ്ട് പേജിൽ ഡിസൈൻ ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അവിടെ ഒരു ഹാർട്ട് കണ്ടോ നിങ്ങൾ, ഒരു ബ്രൗൺ കളർ, അത് ഞാൻ റോസ് ഡ്രൈ ചെയ്തിട്ട് ചെയ്തതാണ്. പിന്നെ ഇതെൻ്റെ ഷോ യുവർ സെൽഫ് മോർ ലവ്, അതൊന്ന് കളർ ചെയ്യണമെന്നുണ്ട്. കുറേ ദിവസമായി വിചാരിക്കുന്നു, ബട്ട് ഞാൻ കളർ ചെയ്തിട്ടില്ല. ഇങ്ങനെ കുറേ ഡയറി ഉണ്ടാക്കും. ഓരോ പേർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ ഡയറിയാണ് ഉപയോഗിക്കാറ്. ഇപ്പം ഇന്ന് നടന്ന കാര്യമാണെങ്കിൽ അത് വേറെ ഡയറിയിൽ, പിന്നെ നമുക്ക് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് അതിൽ വേറെ ഒന്നിൽ എഴുതി വെക്കും. പിന്നെ ജങ്ജാളിലാണെങ്കിൽ വേറൊരു ഡയറി. അങ്ങനെ കുറേ ഡയറി ഉണ്ട് എനിക്ക്. പക്ഷെ ഇങ്ങനെ ഡയറി ഉണ്ടാക്കും, ബട്ട് അതിലൊന്നും ചെയ്യില്ല. ഫ്രണ്ട് പേജോ സെക്കൻഡ് പേജോ അങ്ങനെ എന്തേലും ചെയ്യുള്ളൂ. ഞാൻ കൂടുതലും ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ ഫസ്റ്റ് കുഞ്ഞ് ഡയറി, അത് ഞാൻ എല്ലാം എഴുതാൻ ഉപയോഗിക്കും. എനിക്കിങ്ങനെ ഓരോ പേർപ്പസിനും ഓരോ ഡയറിയാണ് ഗൈസ്. പിന്നെ ഈ വാഷ് ടാപ്പെല്ലാം ഞാൻ വീഡിയോ ഇട്ടതാണ് ഓൾറെഡി. പിന്നെ എനിക്ക് ഒരു വീഡിയോ ഇടണം ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു. മടി അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. അത് എനിക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കുറച്ച് കഴിയുമ്പം. ആ കബോർഡ് ക്ലീൻ ആക്കുമ്പോൾ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ വാഷ് ടാപ്പിലെല്ലാം ഞാൻ നല്ലോണം ചുരുട്ടി മടക്കി വെച്ചു. അല്ലെങ്കിൽ പിന്നെ അത് നമ്മുടെ സ്ട്രിപ്പ് കട്ട് ചെയ്ത് വെച്ച പോലെ ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം നിൽക്കും. പിന്നെ ഞാനതെടുത്ത് കളയും. അങ്ങനെയാണ് ഉണ്ടാവാറ്. മടി തലക്ക് പിടിച്ച് എങ്ങനെയല്ലാണ് ഗൈസ്. നിങ്ങൾക്കെല്ലാം ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. സോ അതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ഹൈലൈറ്ററും പെന്നും പെൻസിലും അങ്ങനെയെല്ലാം എടുത്ത് വെച്ചു. ഇപ്പം എൻ്റെ ബ്ലാക്ക് പെന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ജേണൽ ചെയ്യൽ ഭയങ്കര കുറവാണ്. ബ്ലൂ കളർ വെച്ച് ജേണൽ ചെയ്യുന്നതാണ് എനിക്കിഷ്ടമില്ല. സോ അപ്പോൾ കൂടുതൽ ഞാനിപ്പോൾ ജങ്ജാളിലാണ് ചെയ്യാറ്. അതാ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഈ കബോർഡിൽ നിന്ന് ഞാനൊരു സംഭവം എടുത്ത് വെച്ചു, ഒരു റൗണ്ടിലുള്ള സാധനം. ആ സാധനം ഞാൻ പറഞ്ഞത് വീഡിയോ ഇട്ടൊന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. അതിൽ പെയിൻറ്റ് ചെയ്യാനുള്ള മടി കാരണം ഞാൻ ചെയ്തിട്ടാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നതിൻ്റെ വാട്ടർ കളറിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു പണ്ടത്തെ. അപ്പം ആ ബോക്സിൽ ഞാൻ ഇതേപോലെ പാറ്റേൺ പേപ്പേഴ്സും അങ്ങനെ എല്ലായിടത്തിലും ഇതേപോലെ ബുക്ക് മാർക്കർ അങ്ങനത്തെ കുറച്ച് ജേണൽ സപ്ലൈസ് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ജേണൽ സപ്ലൈസ് എല്ലാം അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പം എല്ലാം അടങ്ങി നിൽക്കുമല്ലോ, ഒരു സ്ഥലത്ത് ഉണ്ടാവുമല്ലോ, തപ്പിയാൽ വേഗം കിട്ടും നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ. പിന്നെ ഇപ്പം ഞാൻ അങ്ങോട്ട് വെച്ചത് സ്റ്റിക്കി നോട്ടിൻ്റെ കവറ്, സ്കെച്ച് പെൻ്റെ കവറ് അങ്ങനെയൊക്കെ. പിന്നെ ഞാനിപ്പോൾ ഇപ്പോഴും വായിക്കുന്നൊരു ബുക്കാണിത്, റോൾഡ് ദാൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഞാനിപ്പോഴും വായിക്കും, ചെറിയ സ്റ്റോറി ബുക്കായിട്ട്. പക്ഷേ വായിക്കും, ചെറിയ പാരഗ്രാഫൊക്കെ വായിക്കും. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് കുറച്ച് കാലമായിട്ടുള്ള വാങ്ങിയിട്ട് 10th പേജ് എങ്ങാനും എത്തിയിട്ടേ ഉള്ളൂ ഞാൻ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കബോർഡ് ക്ലീൻ ചെയ്തു ടിഷ്യൂ വെച്ചിട്ട് ഗൈസ്. സാനിറ്റൈസറാണ് ഞാൻ യൂസ് ചെയ്യാറ്. അതിന് വേണ്ടിയിട്ട് ഒരു കുപ്പി സാനിറ്റൈസർ ഞാൻ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ജസ്റ്റ് ഒന്ന് ടിഷ്യൂവിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്യാണ് ചെയ്യാറ്.
പിന്നെ ഞാൻ എല്ലാ സംഭവവും അതിൽ വീണ്ടും ഓർഗനൈസ് ചെയ്ത് വെച്ച് കൊടുത്തു. ബുക്കെല്ലാം നല്ലോണം അടുക്കി വെച്ച് കൊടുത്തു, അല്ലെങ്കിൽ എൻ്റെ മനെ നല്ലോണം കിട്ടും. എപ്പോഴും ഇങ്ങനെ എടുത്തു വെക്കാത്തതിനാണ് എനിക്ക് ചീത്ത കേൾക്കാറ് അവിടെ ഇവിടെ ഇടുന്നതിന്. അതുകൊണ്ട് തന്നെ വീക്ക്ലി ട്വൈസ് എങ്കിലും ഞാൻ ഇത് നന്നാക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ ഡയറിയും നല്ലോണം ഓർഡറിൽ എടുത്തു വെച്ചു ഗൈസ്. അതിനുശേഷം ഞാനിത് അടുത്ത കബോർഡിലേക്ക് പോകുന്നുണ്ട്. എനിക്ക് നല്ല മടിയായിരുന്നു വീഡിയോ എടുക്കാൻ. ഇപ്പം നല്ല മടിയാണ്. അതുകൊണ്ട് തന്നെ റീസെൻ്റ്ലി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. ഞാൻ കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടായിരുന്നു പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ. അപ്പം ഞാനിതാ ഇപ്പോൾ കാണിച്ച ഈ ഒരു സർക്കിൾ, ഈ ഒരു സംഭവമാണ് ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു. എന്തോ ഷീറ്റ് ഇടുകയായിരുന്നു തോന്നുന്നു. റെയിൻ ആയത് കാരണം അതുകൊണ്ട് അവിടെ എന്തോ സിറ്റ് ഔട്ടിൽ ചളി തെറിക്കുന്നു അങ്ങനെ എന്തൊക്കെ പ്രശ്നമായിട്ട് അവിടെ ഷീറ്റ് ഇട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു സംഭവമായിരുന്നു അത്. അപ്പോൾ അതിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്ന എല്ലാ വീഡിയോയിലും ഇപ്പം ഞാനത് കാണിക്കുന്നില്ല. ബട്ട് ഞാൻ അത് മാത്രം ഞാൻ ചെയ്യുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്, അത് ചെയ്യാൻ ഭയങ്കര മടി. പെയിൻറ്റ് ചെയ്യേണ്ടതുകൊണ്ടായിരിക്കാം. പിന്നെ അതിൻ്റെ ഡിസൈനൊന്നും ഞാനിതുവരെ പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്തിട്ടുമില്ല. പിന്നെ ഞാനിത് ഈ കബോർഡിലും കുറച്ച് സ്റ്റോറി ബുക്ക് ഉണ്ട്. ഇത് ടൈം ടേബിളിൽ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, മടി ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ദാറ്റ് എപ്പോഴും എന്നെ മാറ്റി നിർത്തുന്ന ഒരു സാധനമാണ് ഗൈസ്. അതെങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കണം. പിന്നെ ഈ കബോർഡിലും ഞാൻ ഇതേപോലെ സാനിറ്റൈസറൊക്കെ ഇട്ട് ഒന്ന് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതാ നേരത്തെ കാണിച്ച എല്ലാ സംഭവവും അതിൽ വീണ്ടും എടുത്ത് വയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നൊരു ഡയറി ഉണ്ട്, യൂണിക്കോണിൻ്റെ. ആ ഡയറിയാണ് മൈ ഫസ്റ്റ് വീക്ക്ലി പ്ലാൻ അങ്ങനെയൊക്കെ എഴുതി വയ്ക്കുന്നത്. ജേണൽ ഡയറി ഞാൻ നേരത്തെ കാണിച്ചത്. ഇതേപോലത്തെ പ്ലാനൊക്കെ എഴുതി വെക്കാനാണ് ഞാൻ ഈ ഒരു യൂണിക്കോണിൻ്റെ ഡയറി ആയിരുന്നു. ഇപ്പോഴാ എനിക്ക് തോന്നുന്നു 2-3 years എഗോ ഫസ്റ്റായിട്ട് മേടിച്ചൊരു ഡയറിയാണത്. പിന്നെ ഞാൻ ഇതിലാണ് ഗൈസ് ജോമെട്രി ബോക്സും പെൻസിൽസും ഒക്കെ കീപ്പ് ചെയ്യുന്നത്. പിന്നെ ഗ്ലൂ ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ ഒരു ബ്രഷും ഞാനിതിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പശയെല്ലാം ഞാൻ വേറെ നമ്മുടെ അവിടെ കാണാൻ നിങ്ങൾ ഫ്രണ്ടിൽ ഒരു വൈറ്റ് സംഭവം അതിലാണ് കീപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സംഭവം ഇതിൻ്റെ ടേബിൾ മേൽ എനിക്ക് തോന്നുന്നു 1 year ഒന്നും ആയിട്ടില്ല, 2-3 months ആയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ വാങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഉത്സവത്തിനെങ്ങാൻ പോയാലും വാങ്ങിയതാണ്. പിന്നെ ഈ വള കണ്ടോ ഗായ്സ്, ഈ ബാംഗിൾസ് ഒന്നും ഞാൻ ഇടാറേ ഇല്ല. എപ്പോഴെങ്കിലും ഒരു ഫങ്ഷൻ വരുമ്പം ഒന്നായിട്ട് പെയർ ചെയ്യാറേ ഉള്ളൂ, ഓൺലി വൺ. ഫുള്ളൊന്നും ഞാൻ ഒരിക്കലും പെയർ ചെയ്യില്ല. എനിക്കിഷ്ടമില്ല അങ്ങനെ ഫുള്ള് പെയർ ചെയ്യുന്നത്. ഞാൻ ഒന്ന് വെച്ചിട്ട് ഭയങ്കര ഒരു എസ്തറ്റിക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വള മാത്രമേ ഞാൻ പെയർ ചെയ്യാറുള്ളൂ, ഏത് ഡ്രസ്സിൻ്റെ കൂടെ ആയാലും. അല്ല, പാർട്ടി വേസ്ട്ടോ. പിന്നെ ഈ സ്റ്റിക്കി നോട്ട്സൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ്. സോ നമ്മൾ സംസാരിച്ച് ഇവിടെ വരെ എത്തി. നാക്കൊടക്കുന്ന കേസ് എന്താ അറിയില്ല. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.